ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നത് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നെ വിളിച്ച കല്യാണമൊന്നുമല്ല, ഇവിടെ എല്ലാവരെയും വിളിച്ച കല്യാണമാണ്. അപ്പോൾ എന്നെ വിളിച്ച കല്യാണമാണല്ലോ. അപ്പം ഞാൻ വെച്ച് എന്തായാലും ഒന്ന് കല്യാണത്തിന് പോയിട്ട് വരാമെന്ന്. അത് മാത്രമല്ല, അവിടുത്തെ വർക്കൊക്കെ ചെയ്യുന്നത് കിട്ടുവാണ്. അപ്പോൾ പിന്നെ ഇവിടെ ബോറടിച്ചിരിക്കണ്ടല്ലോ, ഒന്ന് പോയി കല്യാണം കൂടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് എന്നത്തെ പോലുള്ള സ്ഥിരം പ്രഹസനമാണ്. ഷോ വണ്ടി കയറി ഞാൻ അപ്പം വീഡിയോ എടുക്കും ഗൈസ്. ഞാനും കിട്ടുന്നുണ്ട് അവിടെ കൂടെ റെഡിയായി കല്യാണത്തിന് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മെയിൻ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സദ്യയാണ് ഗൈസ്. അങ്ങനെ സദ്യ സ്വപ്നം കണ്ട് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നെടുമങ്ങാടുള്ള ശ്രീവിദ്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ചെന്ന് കയറിയപ്പോൾ ഗൈസ് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇതിൽ അത്ര തിരക്ക് കാണാനില്ല, പക്ഷേ കിടിലം ഹെവി തിരക്കായിരുന്നേ. അങ്ങനെ നമ്മൾ കണ്ടു. കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മൾ പോയപ്പോൾ പള്ളിയിൽ വെച്ചായിരുന്നു. ബാക്കി പരിപാടികൾ ഇവിടെ വെച്ചിട്ടായിരുന്നു. ഡാഡൂസ് ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കുവാണ്. എൻ്റെ മുഖത്തെ ഈ മ്ലേച്ഛത കണ്ടു. മ്ലേച്ഛതയാണോ മ്ലാനതയാണോ എന്നല്ല അത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സദ്യ കിട്ടാത്തതാണ്. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് എനിക്കത് ലാസ്റ്റാണ് സദ്യ കിട്ടിയത്. അതുകൊണ്ട് തന്നെ പപ്പടവും ചിപ്സും എല്ലാം തീർന്നു. അതിൻ്റേതായ ഒരു നിരാശ എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് ആ ഉപ്പേരി കഴിച്ച് തുടങ്ങാം. അങ്ങനെ സദ്യ വന്നു. നമ്മൾ വീട്ടിൽ വെക്കുന്ന സദ്യ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയി കഴിക്കുന്ന സദ്യ ഭയങ്കര ഡിഫറൻസ് ആണ്. എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പപ്പടമില്ല, പരിപ്പ് മാത്രമേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ച് കഴിച്ചു. പിന്നെ അത് അടുത്ത് ചോറും സാമ്പാറും വന്നു. പിന്നെ അതാ പായസം വന്നു ഗൈസ്. അവിടെയും ടിസ്റ്റാണ്. അടപ്പായസം തീർന്നത് കൊണ്ട് തന്നെ കടല പായസമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ പായസവും പഴം കൂടെ കുഴച്ചങ്ങോട്ട് തിന്നു. അടപ്പായസം കിട്ടത്തിൻ്റെ ഒരു നിരാശ വീണ്ടും എനിക്കുണ്ട്. പിന്നെ പാൽപ്പായസം വന്നു. അവിടെയും ബോളിയില്ല, അതും നിരാശയാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ക്രൂഷ്യൽ മൊമെൻ്റ് എത്തി ഗൈസ്. എല്ലാ പെൺകുട്ടികളുടെയും ലൈഫിലുള്ള ക്രൂഷ്യൽ മൊമെൻറ്റ്. ഇതൊരു എന്തോ ഒരു ഫീലാണല്ലോ നമ്മളിങ്ങനെ ബൈ പറഞ്ഞൊക്കെ പോകുന്നത്. അങ്ങനെ ആ ചേച്ചി എന്താ ബൈ പറഞ്ഞ് പോകാൻ പോവാണ്. ഇവിടെയൊന്നും അല്ല കേട്ടോ, പത്തനംതിട്ട അങ്ങോട്ട് എവിടെയാണ് കല്യാണം കഴിച്ച് വിട്ടത്. അപ്പോൾ കുറച്ച് ദൂരെ കൂടുതലുണ്ടല്ലോ. മുഖത്ത് തന്നെ വിഷമം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ ഒക്കെ ഇവരൊക്കെ കാണുന്നെങ്കിൽ ഇവൾ എന്തിനാണ് എൻ്റെ വീഡിയോ എടുത്തെങ്കിലും വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എടുത്തു, കുഴപ്പമില്ല. അങ്ങനെ അവരെല്ലായിടത്തും യാത്ര പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുവാണേ. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു ഗായ്സ്. നിങ്ങൾക്ക് ഞാനത് എന്താണെന്ന് ഇപ്പം കാട്ടിത്തരാവേ. ഇതാണത്. ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അക്ഷയോ എന്നാണ് ഈ മോളുടെ പേര്. ഇവൾ വന്ന് എൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വപ്നത്തിൽ മാത്രം കണ്ടുള്ളൊരു കാര്യമാണത്. അങ്ങനെയാണ് ആ കുട്ടിയുടെ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ ചേച്ചി പോകാൻ വേണ്ടി റെഡിയായി. എല്ലാവർക്കും വീണ്ടും ബൈ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഞാനും ഒരിക്കലും ഇങ്ങനെ ബൈ പറഞ്ഞതാണല്ലോ എന്ന് ഓർത്ത് ദീർഘനിശ്വാസമൊക്കെ വിട്ട് ഞാൻ അവിടെ നിന്നു. അങ്ങനെ അവരെല്ലാവരും പോയി. ഇതാണ് സ്റ്റേജ് കേട്ടോ. കിട്ടുവാണ് ഈ സ്റ്റേജ് ചെയ്തത്. കിട്ടുവിൻ്റെ വർക്കായിരുന്നു. പിന്നെ നന്നായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികളൊന്നും അവിടെ നിന്ന് മാറിയില്ല. പിന്നെ ഞാൻ അവരെയും കൂടെ നിർത്തിക്കൊണ്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ നിങ്ങൾ സ്റ്റേജ് ഇനി കണ്ടില്ല എന്ന് വേണ്ട, ഇതാണ് സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ല, ഇത്തിരി പ്രോ ആയിട്ടൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഡാഡും എൻ്റെ കയ്യിലിരുന്ന് ഭയങ്കര ഉറക്കവും വാശിയൊക്കെ ആയിരുന്നേ. അങ്ങനെ കിട്ടുക സ്റ്റേജ് അഴിച്ചു മാറ്റാൻ വേണ്ടി പോവാണ്. കണ്ടോ ഗായ്സ്, എങ്ങനെ ഇരുന്ന സ്റ്റേജാണ്. അതിനെ ഇപ്പോൾ അവർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഫുൾ ബ്ലാങ്ക് ആയിട്ടുണ്ട്. പരിപാടികൾ കഴിഞ്ഞു. ഹായ് ഗായ്സ്, ഇപ്പം ഇവിടെ മറ്റൊരു ഹായ് ഗായ്സിൻ്റെ പ്രസക്തി എന്താണ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് കണ്ടത് വരെ ആ വീഡിയോയ്ക്ക് പ്രസക്തി ഉള്ളൂ ഗൈസ്. കാരണം അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന സമയത്ത് ഡാഡുവിന് പെട്ടെന്നൊരു പനി വന്ന് അതിൻ്റെ പുറകെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളെ നേരെ SAT റെഫർ ചെയ്ത് നമ്മൾ SAT ഹോസ്പിറ്റലിലായിപ്പോയി. ഒരു 3-4 ദിവസം നമ്മൾ അവിടെയായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടില്ലേ, അതുവരെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സബ്സ്ക്രൈബർ കുട്ടിയെ കണ്ട വീഡിയോ ഞാൻ എടുത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടുള്ളൊരു കാര്യമാണ് അത് സംഭവിച്ചത്. 557 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം വരെ നിലവിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് അതൊരു വലിയൊരു സംഖ്യയാണ് 557 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അതറിയായിരിക്കും നമ്മൾ എത്ര എഫേർട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരെണ്ണമൊക്കെ കൂടി വരുന്നതെന്ന്. ചിലർക്ക് പെട്ടെന്ന് കൂടാറുണ്ട്, എഫേർട്ട് ഇട്ടില്ലെങ്കിലും കൂടാറുണ്ട്. ചിലർക്ക് എഫേർട്ട് ഇട്ടാലും കൂടാറില്ല. അത് ഓരോരുത്തരുടെ ഒരു ലക്ക് പോലെയൊക്കെ ഇരിക്കും. എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടിയതും ഞാൻ അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് എനിക്ക് കൂടിയത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര വലുതാണ്. 557 ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പുറമേ കാണുന്ന ഒരാൾക്ക് 557 അല്ലേ ഉള്ളൂ എന്ന് തോന്നുമായിരിക്കും. അപ്പോൾ 557 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു എനിക്ക് എന്നെ വന്നിങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ കാണുന്നു, ചേച്ചി ഞാൻ വീഡിയോ കാണാറുണ്ടെന്ന് പറയുന്നത് എനിക്ക്
ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. അവളുമായിട്ടുള്ള വീഡിയോ എടുത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എടുക്കാത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഡാഡുവിന് വയ്യായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, അവൻ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു 10-12 ദിവസവും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇതിൻ്റെ ബാക്കി പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസം കഴിഞ്ഞ് വീഡിയോ ഇട്ടിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എന്താണ് ഇടാത്തതെന്ന്. ഇതായിരുന്നു ഗൈസ് കാരണം. ഡാഡൂസ് ഓക്കെ അല്ലായിരുന്നു. ഡാഡുവിന് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് വയ്യാണ്ടായി, കിട്ടുവിന് വയ്യാണ്ടായി. അങ്ങനെ നമുക്കൊന്നും പറ്റിയില്ല. ഇപ്പം ഇവിടെ എല്ലാവരും സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പഴയതുപോലെ കിടിലം വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെയും പറഞ്ഞത്, ഓർമ്മയില്ല ഗായ്സ്. അപ്പോൾ എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത കിടിലം വീഡിയോസായിട്ട് വീണ്ടും വഴിയെ കാണാം. അതുവരെ ഓക്കെ, ബൈ.